രാജ്യത്ത് 5 കോടി തൊഴിൽ സൃഷ്ടിച്ചത്രേ. മോദി സർക്കാരിന്റെ അവകാശവാദമാണ്. 5 പോയിട്ട് ഉള്ളത് കൂടി പോയ അവസ്ഥയാണ് എന്നതാണ് യാഥാർത്ഥ്യം. തൊഴിലില്ലായ്മയെക്കുറിച്ച് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന ഇന്ത്യൻ ഗവേഷണ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ ഒരു ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 പുറത്തിറക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് വർഷം 2000 അപേക്ഷിച്ച് മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇരട്ടിയോളം കൂടിയതായാണ് റിപ്പോർട്ട് കണക്കുകൾ നിരത്തി പറയുന്നത്. തൊഴിൽ പങ്കാളിത്തവും ഗണ്യമായി കുറഞ്ഞു. ഈ റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നതിനെ അടിമത്വ മനോഭാവം എന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വിശേഷിപ്പിച്ചത്. ഠാക്കൂർ ഒന്നോർക്കണം, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിദേശികളൊന്നുമല്ല, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരടങ്ങിയ ഒരു ഗവേഷണ സ്ഥാപനമാണെന്ന്. ഇന്ത്യയിൽ അത്തരമൊരു തൊഴിൽ പ്രതിസന്ധി ഇല്ല എന്നാണ് ഠാക്കൂർ വാദിക്കുന്നത്. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ രജിസ്ട്രേഷന്റെ കണക്കുകളാണ്. സംഘപരിവാറിന്റെ ഈ വാദങ്ങളും പൊളിക്കുന്നുണ്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജന്റെ ദി വയർ എന്ന മാധ്യമം. പുതുതായി തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്ത് കാണുന്നത് പുതിയ തൊഴിൽ സൃഷ്ടിച്ചതുകൊണ്ടല്ല, മറിച്ച് പഴയ തൊഴിലാളികൾ തന്നെ EPFO പരിധിയിലേക്ക് വന്നതുകൊണ്ടും മുടങ്ങിക്കിടന്നവർ പുതുക്കിയത് കൊണ്ടുമാണെന്ന് ദി വയർ കണക്കുകൾ നിരത്തി തന്നെ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആളുകളെ പറ്റിക്കാൻ കണക്കുകളെ വളച്ചൊടിച്ചിറങ്ങിയിരിക്കുകയാണ്. കണക്കൊക്കെ എവിടെ നിൽക്കട്ടെ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഈ രാജ്യത്തെ യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ? ഈ വീമ്പ് പറച്ചിൽ അവരുടെ മുന്നിൽ വെച്ച് പറയാൻ മുട്ടുവിറയ്ക്കും BJPക്ക്.